സർവമത സമ്മേളന ശതാബ്ദി സന്ദേശയാത്ര 5-ന് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കായംകുളം പുതുപ്പള്ളി ചേവണ്ണൂർ കളരിയിൽ നിന്നും ആലുവ അദ്വൈതാശ്രമത്തിലേക്കാണ് സന്ദേശയാത്ര. മുൻ ശിവഗിരി മഠം പ്രസിഡന്റും ചേവണ്ണൂർ കളരി കാര്യദർശിയുമായ വിശുദ്ധാനന്ദ സ്വാമിയാണ് യാത്ര നയിക്കുന്നത്. സർവമത സമ്മേളന ശതാബ്ദി സന്ദേശയാത്ര മാർച്ച് 5-ന് രാവിലെ 6 മണിക്ക് ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കായംകുളം പുതുപ്പള്ളി ചേവണ്ണൂർ കളരിയിൽ നിന്നും ആലുവ അദ്വൈതാശ്രമത്തിലേക്കാണ് യാത്ര. മുൻ ശിവഗിരി മഠം പ്രസിഡന്റും ചേവന്നൂർ കളരി കാര്യദർശിയുമായ വിശുദ്ധാനന്ദ സ്വാമിയാണ് യാത്ര നയിക്കുന്നത്. ആലുവ അദ്വൈതാശ്രമത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ സർവ മതങ്ങളെയും ക്രോഡീകരിച്ച് ഒരു സർവമത സമ്മേളനം നടത്തുകയും ഏഷ്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനമായിരുന്നു അത്. ആ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി വർഷമാണ് 2023-24. ഈ വരുന്ന ശിവരാത്രി ദിനം മാർച്ച് 8-ാം തീയതിയോടെ അതിന് സമാപനം കുറിക്കുകയാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ. ആ സർവമത സമ്മേളന വേദിയിലേക്ക് ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് ചേവണ്ണൂർ കളരിയിൽ നിന്നും സർവമത സമ്മേളന ശതാബ്ദി യാത്ര സന്ദേശയാത്ര സർവമത സമ്മേളന ശതാബ്ദി സന്ദേശയാത്ര നടത്തുവാൻ ഞങ്ങൾ ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ചെയ്തു വരികയാണ്. സന്ദേശയാത്രയ്ക്ക് അമ്പലപ്പുഴ തുമ്പോളി ഗുരുദേവ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകും. അമ്പലപ്പുഴ SNDP യൂണിയന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം നിർവഹിക്കും. കായംകുളം മുതൽ ആലുവ വരെയുള്ള 9 യൂണിയനുകൾ പ്രത്യേക സ്വീകരണ സമ്മേളനങ്ങളും സംഘടിപ്പിക്കും. തീർത്ഥാടക സമിതി ഭാരവാഹികളായ K ജയകുമാർ കരുണാലയം, VM അമ്പിളിമോൻ, വിനോദ് കുമാർ വാരണപ്പള്ളി, TP രവീന്ദ്രൻ വേലഞ്ചിറ, ബാലചന്ദ്രൻ ചേവണ്ണൂർ, രാജു S മഹിമ, രാകേഷ് കാർത്തികേയൻ, D സജി തുരുത്തിയിൽ, D ബിജു തുരുത്തിയിൽ, ശിവകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, കായംകുളം.